പെപ്പയുടെ കാട്ടാളൻ കണ്ടു. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മുടെ ദൃശ്യം കണ്ട് മനസ്സാകെ ഒരു ഒരു ഉന്മേഷമില്ലായിരുന്നു സിനിമയ്ക്ക് പോയപ്പോൾ. ചത്ത വീട്ടിൽ ചെന്നിരിക്കുന്ന പോലെയാണ് ദൃശ്യം നമ്മൾ കണ്ട് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഒരു പടം പുതിയത് വന്നുമില്ല, നമ്മൾ കണ്ടുമില്ല. ഇപ്പോഴാണ് കാട്ടാളൻ വന്നത്. കാട്ടാളൻ വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദൃശ്യം കളിക്കുന്ന തിയേറ്ററിലെ ദൃശ്യമൊക്കെ സ്ക്രീൻ കുറച്ചു, അവിടെയൊക്കെ കാട്ടാളൻ കയറി. കാട്ടാളനെ പറ്റി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടാളൻ ഒരു വൈബുള്ള പടമാണ്. നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ആ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കില്ലേ? എന്താണ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ്? ഒന്നുമില്ലെങ്കിൽ 4 ഇടി കാണാമല്ലോ, ഇടി. അത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കാട്ടാളനിൽ. അത് ആനക്കൊമ്പിൻ്റെ പരിപാടിയാണ്. ആനക്കൊമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്സാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീരപ്പൻ്റെ കാട്ടിൽ ആനക്കൊമ്പ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആനക്കൊമ്പ് ഭയങ്കര ഒരു ആനകളെ കൊന്ന് കൊമ്പെടുക്കുക, അത് വലിയൊരു ബിസിനസ്സാണ്. അതാണ് ഇതിൻ്റെ കഥയിലെ തീം. ഇതിൻ്റെ മൊത്തം കഥ ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ വൈബ് കിട്ടുള്ളൂ. തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു പടമാണ്. എന്താ അതിൻ്റെ ടെക്നീഷ്യൻ പവറിങ് എന്നറിയാം. ഭയങ്കര ആറാറൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോവും. അമ്മാതിരിയുള്ള ആറാറാണ് വെച്ചിരിക്കുന്നത്. ഇതിലൊരു ഡാൻസ് ഉണ്ട്, ഒരു പാട്ടുമുണ്ട്, ഡാൻസ്, ഒരു ഐറ്റം ഡാൻസ് പോലെയുള്ളതാണ്. ഉഗ്രനായിട്ട് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ എൻജോയ് ചെയ്തു. പടം ചെന്നിരുന്ന് ഇൻ്റർവെല്ലായത് അറിഞ്ഞില്ല. അത്രയും ഗംഭീരമായിട്ട് പടം നദിയിലോട്ട് പെട്ടെന്നാണ് കടന്നുപോയി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ കുടുംബകഥയോ അല്ലെങ്കിൽ വേറെ കുറേ തമാശയോ ഇതൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകരുത്. ഈ സിനിമ ചെന്നിരുന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാനോ കൂട്ടുകായ ഇടാനോ ഉറക്കം തൂങ്ങാനോ ഒന്നും നമുക്ക് തോന്നില്ല. ഇൻ്റർവെല്ലിൽ ചായ കുടിക്കാൻ വരെ പോകാൻ തോന്നില്ല. അത്ര വലിയ വൈബാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരൊറ്റ മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ദൃശ്യം സിനിമ നമ്മളെ ബോറടിപ്പിക്കുകയും ചെയ്തത്. മോഹൻലാൽ നമ്മുടെ ഇത്രയും വലിയ വധ സിനിമ നമ്മുടെ മോഹൻലാലിനെ കണ്ടിട്ടില്ല. അത് കണ്ടിറങ്ങിയതിൻ്റെ ക്ഷീണം പെപ്പയുടെ 4 കിൻഡൽ കണക്കുള്ള ഇടി കണ്ടപ്പോൾ സന്തോഷമായി. ഒരുപാട് പൈസ ചിലവ് ചെയ്ത്, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്, ഒരുപാട് ബുദ്ധിമുട്ടിയെടുത്തുള്ളൊരു പടം അത്. അതിൻ്റെ ആ ത്രില്ലിങ്ങിൽ നമ്മൾ കാണണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 നമ്മൾ പറയില്ലേ, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസുകൾ, അതുപോലെ ഒരുപാട് നമ്മൾ ഞെട്ടിപ്പോകുന്ന ലൊക്കേഷൻസുകളുണ്ട്. കടലുണ്ട്, അതുപോലെ തന്നെ കടലിലെ കപ്പൽ ബോട്ടിൽ ഫൈറ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ളൊരു ഫൈറ്റുകൾ ഇതിലുണ്ട്. പെപ്പ ഗംഭീരമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ചുള്ളൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബടക്കം കാണാനായിട്ട് നമുക്ക് അതിനും കുഴപ്പമില്ലാത്തൊരു പടം. പെപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഒരു വലിയൊരു നടനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കാർക്കും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ആറാറും അതിൻ്റെ ശബ്ദങ്ങളും അതിൻ്റെ ഫൈറ്റിൻ്റെ ശബ്ദങ്ങളും എല്ലാം നമുക്ക് ശരിക്കും ഫീൽസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ദൃശ്യം കണ്ടിട്ട് നമുക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഒന്നും കിട്ടിയില്ല. അതല്ല ഏറ്റവും വലിയ തമാശ തോന്നുന്നത് ദൃശ്യത്തിൽ. മോഹൻലാലിന് ഇപ്പോൾ 3 സീസണിലും മൂപ്പർക്ക് മോഹൻലാലിന് പ്രായമായിട്ടില്ല. ആദ്യത്തെ സീസണിൽ കണ്ട പോലെ തന്നെ 3 സീസണിലും ഒരു മുടി പോലും നരച്ചിട്ടില്ല. മോൾക്ക് ആഴ്ച 10-35 വയസ്സായി. അപ്പോൾ നിത്യയൗവനാണ് ദൃശ്യത്തിൽ. ഇനിയിപ്പോൾ മോഹൻലാൽ മുടി നരപ്പിക്കാൻ സമ്മതിക്കാണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അതാവുള്ളൂ. മോഹൻലാൽ പറയും ഞാനത് ഇപ്പോൾ എല്ലാവരും കറുപ്പടിച്ച് നടക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് അടിച്ച് നടക്കുന്നത് എല്ലാവരും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നര എന്ന് പറയുന്ന ഒരു സാധനം മോഹൻലാലിനും ഇല്ല, മോഹൻലാലിൻ്റെ ഭാര്യയ്ക്കും ഇല്ല. എല്ലാവരും യൗവന ഇതിൽ നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ്. അതുപോലെ അത് കണ്ടുപോലെ നമുക്ക് ബോറടി. ഇൻ്റർവെല്ലൊക്കെ അവൻ ഈ സീരിയൽ സിനിമ ഇൻ്റർവെല്ലാവാനായിട്ട് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു. മീന കുറേ സംസാരം മോഹൻലാലിനോട് പറയും, മോഹൻലാൽ കുറേ സംസാരം ഇവിടെയും പറയും. അങ്ങനെ പറഞ്ഞ് ഇൻ്റർവെല്ലായി. അത് കഴിഞ്ഞ് തന്നെ അതന്നെ പറച്ചിൽ തന്നെ അവസാനം വരും. ഇതിൽ എന്നാ ചേസിങ് ഉണ്ട്, അതുപോലെ തന്നെ വെടിവെപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല അസല് വില്ലന്മാർ, നല്ല അസല് പൈസ കൊടുത്തിട്ട് പല ഭാഷകളിൽ നിന്ന് കൊണ്ടുവന്ന വില്ലന്മാർ, അവരൊക്കെ ഇതിൽ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. പടം നല്ലതാണ് എന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ കൊടുക്കുന്ന 150 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയ്ക്കുള്ള മുതലാവും നമ്മൾ. അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് പൈസ കൊടുത്താൽ ആ പൈസയ്ക്കുള്ളത് എന്തെങ്കിലും കാണിച്ചു തരിക. ആ പൈസയ്ക്കുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിൽ വലിയ കഥയുണ്ടോ, കുടുംബമുണ്ടോ, കണ്ണീരുണ്ടോ, കലാശമുണ്ടോ, മറ്റുള്ളതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ അർത്ഥമില്ല.
ഈ പറഞ്ഞ കഥ തന്നെയല്ലേ തിരിച്ചും മറിച്ചും പറയണത്. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് കഥയൊന്നും മോളിൽ നിന്ന് പൊട്ടി വീണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആനക്കൊമ്പിൻ്റെയും ഈ ആനക്കൊമ്പ് തമ്മിലുള്ള ആ ഗാങ്ങുകളിലേക്ക് ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അതിൽ കുറേ സെൻറ്റിമെൻറ്റ്സുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് പോലും ഫീലിങ്സ് വരുന്ന കുറേ സീൻസുകളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് നല്ല സിനിമ, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമയുടെ നമ്മൾ ഒരു ചുക്കും ചുണവും പറയില്ല. കാരണം എന്താണ്, നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, കാട്ടാളൻ നല്ല സിനിമയാണ്. ഒന്ന് പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയെടുത്തുള്ള സിനിമയാണ്. മലയാളത്തിൽ നിന്ന് വരുന്ന ഹോളിവുഡ് ലൈനിലുള്ള ഒരു സിനിമയാണ്. അത്ര ടേക്കിങ്സാണ്. അവിടെ ജിത്തൊക്കെ പോയിട്ട് ആ പടമൊക്കെ കാണും. എങ്ങനെയാണ് ഒരു ക്യാമറ വയ്ക്കാമെന്നും എങ്ങനെയാണ് ആ ക്യാമറ വെച്ചിട്ടുള്ള ടേക്കിങ്സ് എന്നൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. സീരിയൽ പോലെ ക്യാമറ വയ്ക്കരുത്. ഇന്നത്തെ കാലത്തെ ടെക്നീഷ്യൻ പവർ എല്ലാം ഉപയോഗിച്ച ഒരു സിനിമയാണ് കാട്ടാളൻ. അതുകൊണ്ടാണ് പറയുന്നത് കാട്ടാളൻ നല്ല സിനിമയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.